ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് ഗ്രാമസഭയിൽ കഴിഞ്ഞ ദിവസം BJP സംഘപരിവാർ അനുകൂലികൾ ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നുവെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അർജുൻ പവിത്രൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ നിരാശ പൂണ്ട BJP നേതാക്കൾ വാർഡ് മെമ്പർ PK സുനിതയ്ക്കെതിരെ വ്യക്തിഹത്യയും ഭീഷണിയും ഉയർത്തിയപ്പോഴാണ് താൻ ഇടപെട്ടതെന്നും വസ്തുതകളെ വളച്ചൊടിച്ച് ജനങ്ങൾ തെറ്റിദ്ധാരണ പരത്താനായി BJP ശ്രമിക്കുന്നതെന്നും സംഘപരിവാറിന്റെ ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ കീഴടങ്ങില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അർജുൻ പവിത്രൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ നിരാശ പൂണ്ട BJP നേതാക്കൾ വാർഡ് മെമ്പർ PK സുനിതയ്ക്കെതിരെ വ്യക്തിഹത്യയും ഭീഷണിയും ഉയർത്തിയപ്പോഴാണ് താൻ ഇടപെട്ടത്. വസ്തുതകളെ വളച്ചൊടിച്ച് ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്താനാണ് BJP ശ്രമിക്കുന്നതെന്നും സംഘപരിവാറിന്റെ ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ കീഴടങ്ങില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിൽ 2026-27 വാർഷിക പദ്ധതിയുടെ ഭാഗമായി ജനാധിപത്യപരമായി നടന്നുവരുന്ന ഗ്രാമസഭകളെ അട്ടിമറിക്കാനാണ് BJP ശ്രമിക്കുന്നതെന്ന് ഭരണസമിതി. ജൂലൈ 24-ന് പെരിങ്ങാടി കൊള്ളുമ്മൽ സ്കൂളിൽ നടന്ന 6ാം വാർഡ് ഗ്രാമസഭയിൽ BJP പ്രവർത്തകർ ബോധപൂർവം സംഘർഷം സൃഷ്ടിക്കുകയായിരുന്നുവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അർജുൻ പവിത്രൻ ആരോപിച്ചു. തെരഞ്ഞെടുപ്പിലുണ്ടായ അപ്രതീക്ഷിത പരാജയത്തിന്റെ അമർഷമാണ് BJP നേതാക്കൾ വാർഡ് മെമ്പർ PK സുനിതയ്ക്ക് നേരെ തീർത്തത്. പ്രായമായ ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ മെമ്പറെ വ്യക്തിഹത്യ ചെയ്യാനും പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാൻ അനുവദിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്താനുമാണ് അവർ തുനിഞ്ഞത്. വാർഡ് മെമ്പർക്കെതിരെ ജനാധിപത്യ വിരുദ്ധമായ ആക്രോശവും ഭീഷണിയും ഉയർന്നപ്പോഴാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ താൻ ശക്തമായി പ്രതിരോധിച്ചതെന്ന് അർജുൻ പവിത്രൻ വ്യക്തമാക്കി. ജനാധിപത്യപരമായ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുമെന്നും എന്നാൽ ജനപ്രതിനിധികളെ കായികമായി നേരിടാമെന്ന സംഘപരിവാർ അജണ്ടയ്ക്ക് മുന്നിൽ ഒത്തുതീർപ്പുണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംഭവത്തിന്റെ പേരിൽ ജൂലൈ 28-ന് BJP പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം അവരുടെ രാഷ്ട്രീയ ജീർണത പുറത്തു കൊണ്ടുവരുന്നതായിരുന്നു. അന്തരിച്ച മുൻ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ, മുൻ സ്പീക്കർ AN ഷംസീർ എന്നിവരെ നികൃഷ്ടമായ ഭാഷയിലാണ് സമരവേദിയിൽ അധിക്ഷേപിച്ചത്. പുന്നോലിലെ ഹരിദാസൻ കൊലക്കേസ് ഉൾപ്പെടെയുള്ള ക്രിമിനൽ കേസുകളിൽ പ്രതിയായ BJP നേതാവ് പ്രജീഷ് മഠത്തിൽ 5ാം വാർഡ് മെമ്പർ AC രേഷ്മയെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളിലൂടെ അവഹേളിക്കുകയും ചെയ്തു. LDFും UDFും തമ്മിൽ ശക്തമായ രാഷ്ട്രീയ മത്സരം നടക്കുന്ന ന്യൂമാഹിയിൽ BJPക്ക് യാതൊരു സ്വാധീനവുമില്ല. രാഷ്ട്രീയമായി എതിർചേരിയിലാണെങ്കിൽ പോലും വാർഡ് മെമ്പർക്കെതിരായ അതിക്രമത്തെ ചെറുക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്നും സംഘപരിവാറിന്റെ അക്രമരാഷ്ട്രീയത്തിനെതിരെ ശക്തമായ ജനവികാരം ഉയരണമെന്നും ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അർജുൻ പവിത്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ജൂലൈ 24-ന് ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് ഗ്രാമസഭ പെരിങ്ങാടിയിലെ കൊള്ളുമ്മൽ ജൂനിയർ ബേസിക് സ്കൂളിൽ വെച്ച് നടക്കുകയുണ്ടായി. 6ാം വാർഡ് ഗ്രാമസഭാ യോഗത്തിനകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിനെ തുടർന്ന് ജൂലൈ 28-ന് BJP ന്യൂമാഹി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഒരു പ്രതിഷേധ പരിപാടി, ഒരു സമരം സംഘടിപ്പിക്കുന്ന നിലയിലുണ്ടായിരുന്നു. ജൂലൈ 24-ന് മാങ്ങോട്ടുവയൽ വാർഡിൽ, ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിന്റെ 6ാം വാർഡിൽ അവിടുത്തെ ഗ്രാമസഭാ യോഗത്തിൽ നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് വസ്തുതാവിരുദ്ധവും ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന തരത്തിലുമുള്ള പ്രചരണമാണ് BJP സംഘപരിവാർ അനുകൂലികളുടെ ഭാഗത്തു നിന്നും അവരുടെ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജൂലൈ 24-ന് 6ാം വാർഡ് ഗ്രാമസഭാ യോഗത്തിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച്, അതിനെ തുടർന്ന് BJP ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ കഴിഞ്ഞ ദിവസം ജൂലൈ 28-ന് നടത്തിയ സമരത്തെക്കുറിച്ചും ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ജനങ്ങളോട് ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർന്നിട്ടുള്ളത്. ഇവിടെ ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വാർഷിക പദ്ധതിയിലുള്ള വിവിധ പദ്ധതികളിലേക്ക് വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള വ്യക്തിഗത ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രാമസഭാ യോഗങ്ങൾ ജൂലൈ 19 ഞായറാഴ്ച മുതൽ ആഗസ്റ്റ് 2-ാം തീയതി വരെ 14 വാർഡുകളിലെ ഗ്രാമസഭാ യോഗങ്ങൾ ചെയ്യുന്നതിന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമസഭാ യോഗങ്ങൾ നടന്നു വരികയാണ്. ജൂലൈ 19-ന് ഞായറാഴ്ച വേടന്നൂർ വാർഡിലെ 4ാം വാർഡിലെ ഗ്രാമസഭാ യോഗം ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടന പരിപാടി എന്ന നിലയിൽ നടത്തുകയും വേടന്നൂരിൽ വെച്ച് നടന്ന എടന്നൂർ ശ്രീനാരായണ മഠം ഹാളിൽ വെച്ച് നടന്ന ഗ്രാമസഭാ യോഗങ്ങളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട തലശ്ശേരി MLA ശ്രീ കാരായി രാജൻ അവർകൾ നടത്തുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ആ യോഗത്തിൽ ഉൾപ്പെടെ
വലിയ നിലയിലുള്ള ജനപങ്കാളിത്തം 4-ാം വാർഡിലെ ഗ്രാമസഭാ യോഗത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ആ യോഗത്തിൽ ജനങ്ങളുമായി നേരിട്ട് MLA സംവദിക്കുകയും ജനങ്ങളുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കുകയും വലിയ ഒരു ജനാധിപത്യത്തിന്റെ സംവാദവേദിയാക്കി 4-ാം വാർഡിലെ ഉദ്ഘാടന പരിപാടി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഇന്നലെ വരെയായി 10 വാർഡുകളിലെ ഗ്രാമസഭാ യോഗങ്ങളാണ് ചേർന്നിട്ടുള്ളത്. ഈ മുഴുവൻ ഗ്രാമസഭാ യോഗങ്ങളിലും ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ ഭാഗമായി 7-ാം വാർഡിലെ ഗ്രാമസഭാ യോഗത്തിൽ അന്നൊരു പരിപാടി കണ്ണൂരിൽ നടക്കുന്ന ഒരു അടിയന്തര പരിപാടി ഉള്ളതിനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. ബാക്കി 9 വാർഡിലെ ഗ്രാമസഭാ യോഗങ്ങളിൽ അധ്യക്ഷത വഹിച്ചത് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനാണ്. ഈ മുഴുവൻ ഗ്രാമസഭാ യോഗങ്ങളിലും